യഥാർത്ഥത്തിലുള്ളവനായ സാരഥിയായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ മനോഹരനോ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് പ്രസവിച്ചിട്ടില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായവളോട് പറഞ്ഞു, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും നീ കുടിക്കരുത്, അശുദ്ധമായതൊന്നും നീ തിന്നുകയും വരുത്. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും. തണ്ണിക്കുട്ടിയാകുന്നു. എടാ മോനെ പ്രിൻസ്, എടാ പ്രിൻസ്, എടാ എടാ മണി അടിക്കുന്ന കേട്ടില്ലടാ നീ? എടാ നീ അതൊന്നും തുറക്കടാ, കഥ നീ എന്നെ എടുക്കുകടാ അവിടെ. തന്നെ പോയി തുറക്കല്ലേ. Hi Prince, how are you? Hey. What happened, my son? I hate that old man. അച്ചായോ? മനസ്സിലായോ? അയ്യോ സണ്ടിയല്ലയോ? സണ്ണി തന്നെയാ അച്ചായ. പിന്നെ ജോണിക്കുട്ടി ഉണ്ടോ ഇവിടെ? അവൻ കടയിലോട്ട് പോയിരിക്കുക. മഴ വല്ലോ അച്ചായ, ക്ലാരമ്മയുണ്ടോ ഇവിടെ? ആ മൂദേവി ഇവിടെ ഇല്ല, അവള് ഡബിള് ചെയ്യുവോ? എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. എന്റെ ഉണ്ട് അച്ചായ. എന്തിനാ ഇതൊക്കെ മേടിച്ചോണ്ട് വന്നേ? അച്ചായന്റെ ഒരു സന്തോഷമില്ലയോ? എന്റെ സന്തോഷം ഉണ്ടല്ലോ അച്ചായ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ തവണ കാണിച്ച പോലെ സിഗരറ്റ് വലിച്ചിട്ട് ക്ലാരമ്മയെ കാണുമ്പോ തലയാണയുടെ കിഴക്കേറ്റി വെക്കരുത്. ഈ മോനെ അതൊരു അബദ്ധം പറ്റിയതാ. എന്റെ സിഗരറ്റ് ഉണ്ട്, പക്ഷെ വീടിനകത്തിരുന്ന് വലിക്കരുത്. ഇവിടെ ആരും വലിക്കത്തില്ല. പിന്നെ ഒരു കാര്യം, എന്നെ കള്ളനാക്കരുത്. എടാ നിന്നെ ഞാൻ കള്ളനാക്കത്തില്ലടാ. എടാ നിന്റെ അപ്പം മത്തിക്കറിയായും ഞാൻ എങ്ങനെ ജീവിച്ചതാ പണ്ട് കാലത്ത്. എടാ എനിക്ക് ഒട്ട കച്ചവടോ, നിന്റെ അപ്പന് മത്തിക്കച്ചവടം അല്ലായിരുന്നു. നീ അതൊന്നും ഓർക്കുന്നില്ല. ഞാൻ എനിക്ക് പോകേണ്ടി ഒരു തീർന്നു. ഞാൻ വരട്ടെ അച്ഛാ, പിന്നെ കാണാം അച്ഛാ. സണ്ണിയങ്ങളെ, ഇറ്റ്സ് എ സർപ്രൈസ്. മമ്മിക്ക് ഡാഡിക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ ഫുഡിന്റെ കാര്യം എവിടുന്ന് ഓർഡർ ചെയ്യുന്നത്? ഓക്കെ ശരി. ഓക്കെ എന്നാ ശരി. ഫുഡിനും കഴിവിനും സണ്ണിയങ്ങൾ ഏതായാലും ഉദ്ദേശിച്ച പോലെ പാർട്ടി ഗംഭീരമായി. ആരും ഒരു കുറ്റവും പറയാനില്ല. അയ്യോ അച്ചായ, ഇത് കണ്ടോ, എല്ലാം കോഫി മേക്കർ 5 എണ്ണം, എല്ലാം വാൾമാർട്ടിൽ 9.99 സെയിലുള്ളത്. മലയാളി പഠിച്ചു പോയി. ഓ ഡാഡി, സണ്ണിയങ്ങൾ വിളിച്ചായിരുന്നു. For the food you owe Thambi Chai and $450. നമുക്ക് നല്ലൊരു വെപ്പല്ല വെച്ചത്. അതെ, ഇനിയിപ്പോ എന്നാ ചെയ്യോ നോക്കാം. നീ ആ എൻവലപ്പൊക്കെ ഒന്ന് പൊട്ടിയിട്ട്, ഗിഫ്റ്റ് ബോക്സും പൊട്ടിയിട്ട്, ദൈവം സഹായിച്ച് ഇവന്റെ മുഴുവൻ പൈസ പുല്ല് പോലെ നമുക്ക് കൊടുക്കാം.
അയ്യോ, ഈ ഫ്ലവർ വേസ് കണ്ടോ അച്ചായ? ഇത് പണ്ട് ഞാൻ അന്നമ്മയ്ക്ക് കൊടുത്തതാ. അതിപ്പോ ദേ സാലി എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നു. ഇതാടി റീസൈക്ലിംഗ് എന്ന് പറയും. നീ അത് അന്നമ്മയ്ക്ക് കൊടുത്തു, അന്നമ്മ അവിടുന്ന് ശോശാമ്മയ്ക്ക് കൊടുത്തു, ശോശാമ്മ സാലിക്ക് കൊടുത്തു, സാലി അതിപ്പോ നിനക്കും ഇങ്ങോട്ട് തന്നു. ഡാഡി, 25th ആനിവേഴ്സറിക്ക് എല്ലാവരും $25 ചെക്ക് എഴുതിയിരുന്നു. കർത്താവേ, എല്ലാവരും കൂടെ നമുക്കിട്ട് പണിഞ്ഞു. നീ ആ കവർ കൂടെ ഒന്ന് ശരിക്കും കുടഞ്ഞു നോക്ക്. അതിനിടയിലെങ്ങാനും വല്ല ചെക്കോ വല്ല ഇരിപ്പോ. ഇനി കൊടയേണ്ടത് നിങ്ങളെയാ മനുഷ്യ. ഇതാകെപ്പാടെ $650 ഉണ്ട്. ഇനി ഞാൻ ഈ വീട് ക്ലീനാക്കാൻ തന്നെ കൊടുക്കണം $120. അപ്പൊ കൈ നിറച്ച് കാശ് വന്നായിരുന്നാൽ എന്റെ ഐഡിയ കൊള്ളാമായിരുന്നു. നിനക്ക് പോയി സൗജന്യമായിട്ടൊരു തിരുവല്ലം നടത്താമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 27 കൊല്ലമായി മനുഷ്യ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നേരെ ജോലി ചെയ്തിട്ടുണ്ടോ? ടോണിക്കുട്ടിയുടെ ഒരു ബുദ്ധി. എടാ, ഈ കെട്ടൊന്നും അഴിച്ചതാടാ. ആ കോട്ടെ ഊരിക്കൊണ്ട് ഉടയാതെ വെച്ചേക്കണം. നാളെ തിരിച്ചു കൊടുക്കാനുള്ളത്. നിലക്കിടാനോ? ഭൂദേവി മോനെ, ഉദ്ദേശിച്ചവരൊന്നും നടന്നില്ലയോ? ഈ ഒരെണ്ണത്തിന്റെ കുറവുകൂടെ ഉള്ളായിരുന്നു. പൊട്ടം കളിച്ച് നടന്നിട്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാം. അവിടെങ്ങാനും പോയി കിടന്ന് ഉറങ്ങരുതോ? അല്ലെ ഈ പിതാവിന്റെ നാട്ടിലെങ്ങാനും കൊണ്ടുവിടും. എന്താ അടി? എന്റെ അപ്പനെ പൊട്ടണമെന്ന് പോലെ വിളിക്കാറുണ്ടല്ലോ. അടി ജപിക്കല് ഞാൻ പൊട്ടിക്കും. എന്നാ അടി. പണ്ടത്തെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും കേട്ടോ. എന്നാ വിളി. Daddy, this is the culture you want me to follow? എടാ ജോണി, നാ കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കും.